നമസ്കാരം. പാർട്ടിയുടെയും പിണറായിയുടെയും അപജയങ്ങളെയും അല്പത്തരങ്ങളെയും കുറിച്ച് മറകൂടാതെ ആഞ്ഞടിക്കുന്നയാളാണ് ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു സമൂഹ മാധ്യമത്തിൽ. തെറ്റുതിരുത്തൽ നടപടി ഉണ്ടാകുമെന്നാണ് പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ഇതുവരെ പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോഴദ്ദേഹം നിലപാട് മാറ്റി. തിരുത്താൻ തയ്യാറുള്ള എല്ലാവരെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ ഗോവിന്ദന്റെ നിലപാട്. അതായത് പത്തനംതിട്ടയിൽ കാപ്പ കേസിലെയും കഞ്ചാവ് കേസിലെയും വധശ്രമ കേസിലെയും പ്രതികളെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതുപോലെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതനം കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് ശക്തിധരൻ അടിവരയിടുന്നു തന്റെ കുറിപ്പിലൂടെ. നസ്രത്തിൽ നിന്ന് നന്മയോ എന്ന തലക്കെട്ടിൽ ശക്തിധരൻ എഴുതിയ ആ കുറിപ്പ് ഇങ്ങനെയാണ്: CPM-ലെ കളകളെ നീക്കും, ആരായാലും പ്രശ്നമില്ല എന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ വീമ്പ് പറച്ചിലും കേട്ട് ഉറങ്ങാൻ പോയാൽ നേരം വെളുത്തൊണീറ്റ് നോക്കുമ്പോൾ ഈ പാർട്ടി മറ്റൊരു ബംഗാളായി മാറും സഖാക്കളെ. എന്താണ് ബംഗാളെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആരെയും ഇകഴ്ത്താനോ പുകഴ്ത്താനോ പറയുന്നതല്ല ഇത്. കേരളത്തിലെ പട്ടിണി പാവങ്ങൾ ഒരായുഷ്കാലം കൊണ്ട് കെട്ടിപ്പടുത്ത പാർട്ടി മെഴുകുതിരി കത്തുന്നത് പോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏതു നിമിഷവും കത്തിത്തീരാം. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഭരണവിരുദ്ധ വികാരം തിരിച്ചറിഞ്ഞതാണ്. പക്ഷേ ഒരേയൊരാൾക്ക് മാത്രം അത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും അദ്ദേഹം ക്രുദ്ധനായി പെരുമാറുന്നത്. ആ ഔദ്ധത്യം ഒരു മനോരോഗമാണ്. ലോകത്തെ ഒട്ടേറെ ഏകാധിപതികൾ ഈ മനോരോഗത്തിന് അടിമകളായിരുന്നു. പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിൽ ഭ്രമിച്ചു നിൽക്കുന്ന ഒരുപറ്റം നിഷ്കളങ്കരായ സഖാക്കൾ കഥയറിയാതെ ഇപ്പോഴും ആട്ടം കാണുകയാണ്. ഈ പാർട്ടി ഭൂമുഖത്ത് നിന്ന് അവസാനിക്കുകയാണ് സഖാക്കളെ. അവസാന ഇരകളും കൊഴിയുകയാണ്. പാർട്ടി കേന്ദ്ര നേതൃത്വത്തിലെ സഖാക്കൾ ഒരേയൊരു കാര്യമേ ഉയർത്തിപ്പിടിക്കുന്നുള്ളൂ: ഈ ദുരന്തത്തിന് ഉത്തരവാദി ഞങ്ങളാണെന്ന് ആരും പഴിക്കരുത്. അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല. നിങ്ങൾക്ക് പരിഹരിക്കാമെങ്കിൽ ആയിക്കോളൂ എന്നതാണ് അവരുടെ നിലപാട്. ഞങ്ങളായി ഒന്നും ചെയ്യില്ല. ഇങ്ങനെ ഒരു നിലപാടെടുക്കാമോ എന്ന് നമുക്ക് ചോദിക്കാം. പാർട്ടിയിലെ തർക്കങ്ങൾ അപരിഹാര്യമാകുമ്പോൾ മുമ്പും ഇത് സംഭവിച്ചിട്ടുണ്ട്. കോഴിക്കോട് ചേർന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ VS-ഉം നായനാരും നേർക്കുനേർ ഏറ്റുമുട്ടിയപ്പോൾ പാർട്ടി കൈകെട്ടിയിരുന്നു. അതോടെ പാർട്ടിയുടെ അന്ത്യത്തിന് വഴിവെച്ചു. ഇപ്പോഴും പാർട്ടി നിസ്സംഗതയിലാണ്. കേരളത്തിൽ SFI സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധിയും അപജയവും ആർക്കാണ് പരിഹരിക്കാൻ കഴിയുക? സഖാവ് എം.വി. ഗോവിന്ദനോ? അതിൻ്റെ സംഘടനാ ചുമതല AK ബാലനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്നെങ്കിലും ഇത്രയേറെ വിഴുപ്പ് കുന്നുകൂടി കിടക്കുന്ന സംഘടനാ രംഗം ശുദ്ധീകരിച്ച ചരിത്രമുണ്ടോ? അതിനുള്ള കഴിവുണ്ടോ? സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കെൽപ്പുണ്ടോ? കർക്കശമായ സംഘടനാ നടപടികൾ സ്വീകരിച്ചാലേ ഈ കാളികൂളി സംഘത്തെ തുരത്താൻ കഴിയൂ. ബാലനോ നിസ്സംഗൻ, കാരണഭൂതനാണെങ്കിൽ 100 കൂട്ടം പ്രശ്നങ്ങൾക്കിടയിലും. ഇത് പരിഹരിക്കുന്നതിൽ പാർട്ടിക്കൊരു പങ്കുമില്ല, താല്പര്യവുമില്ല. അതിന്റെ ഫലം എന്താണെന്ന് 1-2 കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം കൂടി കഴിയുമ്പോൾ കാണാം. ഓരോന്നായി പഴുത്തു വീഴും. അതോടെ SFIയുടെ പൊങ്ങച്ചം കഴിയും. ഭരണരംഗത്തെ കൊടിയ അഴിമതിയുടെ മഞ്ഞുമല ഇളകി തുടങ്ങിയിട്ടേയുള്ളൂ. അഴിമതിയുടെ കരുനിഴലുകൾ PSC-യിൽ മാത്രമല്ല, എക്സൈസിയിൽ മാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മാത്രമല്ല, ദേവസ്വം സ്ഥാപനങ്ങളിൽ മാത്രമല്ല, എവിടെയൊക്കെ നിന്ന് പിരിക്കാമോ അവിടെ നിന്നെല്ലാം ശതകോടികൾ സമാഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും കടും വെട്ടാണ് നടക്കുന്നത്. ഇങ്ങനെയുണ്ടോ ഒരു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും പണത്തോട് ആർത്തി? എത്ര നാൾ ഇതിങ്ങനെ കൊണ്ടുപോകാനാകും? പണം സമാഹരിച്ചെത്തിക്കാൻ വലിയ ശൃംഖല തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. ഇതൊന്നും പാർട്ടിയല്ല നിയന്ത്രിക്കുന്നത്. അടുത്തിടെ എക്സൈസ് അഴിമതി പുറത്തു വന്ന് പാർട്ടിയിൽ തന്നെയുള്ള ചിലർ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് മന്ത്രിക്ക് വേണ്ട വിഹിതം 1ാം ഘട്ടമായി പാലക്കാട്ടെ ഒരു കേന്ദ്രത്തിൽ എത്തിച്ചു എന്നാണ്. മദ്യരാജാക്കന്മാരുടെ പിണിയാളുകൾ എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും വേണ്ടി പിരിച്ചത് പിന്നീട് പങ്കിട്ടെടുത്തു എന്നാണ്. ഇതാണോ സംശുദ്ധമായ മദ്യനയം? ഇത് നേരിട്ടറിയുന്ന പാർട്ടി സെക്രട്ടറി ഏത് കള പറിക്കുമെന്നാണ് പറയുന്നത്? ഒരു പുല്ലും പറിക്കില്ല. ദുഷിച്ചു കെട്ടുപോയി സഖാക്കളെ. ശതകോടികൾ രഹസ്യ കേന്ദ്രങ്ങളിൽ പൂഴ്ത്തിവെച്ചിട്ടാണ് കളകളെക്കുറിച്ച് വേദമോതുന്നത്. ആലപ്പുഴയിൽ ഏത് കള പറിക്കുമെന്നാണ്? ശരിയാണ്, അവിടെ പ്രസ്ഥാനത്തിന്റെ എല്ലാമായിരുന്ന നേതാവിനെ ചിറകരിഞ്ഞു വീഴ്ത്തി പകരം വീട്ടുമായിരിക്കാം. സജി ചെറിയാന്റെ മുന്നിൽ ഇരിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ലായിരുന്ന നേതാവ് ഇപ്പോൾ മുഖത്ത് നോക്കി ആട്ടുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ദുരഭിമാനം വിജൃംഭിച്ചിരിക്കാം. അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്ന നേതൃത്വം അവസരത്തിനൊത്ത് ഉയർന്നില്ലെങ്കിൽ ദേശീയ പതാക നാട്ടിയ ഔദ്യോഗിക വാഹനം മുന്നിൽ വന്നു നിൽക്കുന്നത് കാണേണ്ടി വരും എന്ന് വരാം. ഇപ്പോൾ അടയ്ക്കയുടെ വലിപ്പത്തിലുള്ള പ്രശ്നമേ ഉള്ളൂ. അല്പം കൂടി കഴിഞ്ഞാൽ അത് കവുങ്ങാവും. ചിലപ്പോൾ അതൊരു തരംഗമായാൽ പിന്നെ പിടിച്ചാൽ പിടികിട്ടില്ല. അത് ഓർമ്മ വേണം. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ ഒരു കൂപമണ്ഡൂക്കത്തോട് മാത്രമേ ഉപമിക്കാൻ കഴിയൂ. കേരള രാഷ്ട്രീയത്തിലെ അടിയൊഴുക്ക് അദ്ദേഹം കാണുന്നില്ല. ജനങ്ങൾ CPM അക്രമങ്ങളിൽ പൊറുതിമുട്ടി കഴിയുകയാണ്. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. കോൺഗ്രസ് ആ ചുമതല ഏറ്റെടുക്കുന്നതിൽ വീഴ്ച വരുത്തുന്നു എന്ന് കണ്ടാൽ ജനങ്ങൾ അതിശക്തമായി തിരിയും. ആർഷോമാരെ പപ്പടം പോലെ പൊട്ടിക്കും. ഇതാണ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത്. അത് കേരളത്തിലും ആവർത്തിക്കും. പിണറായി വിജയൻ ഇത് കൈകാര്യം ചെയ്യുന്നതിലുണ്ടെങ്കിലും 2 കാരണങ്ങളാൽ മുടന്തുകയാണ്. ഈ അരാജകത്വം ഒതുക്കാൻ മറ്റേതെങ്കിലും നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു ബദലുണ്ടായാൽ അത് തനിക്ക് ക്ഷീണമാകും എന്ന അഹന്ത.
രണ്ടാമത് മോദിയോടുള്ള വിധേയത്വം. മനസ്സിൽ കട്ട പിടിച്ചു കിടക്കുന്ന കോൺഗ്രസ് വിരോധം കൊണ്ടുള്ള മോദിഭക്തി. CPM നേതൃത്വം മാറി വരുന്ന ഇന്ത്യയിൽ കെട്ടിപ്പടുക്കേണ്ട ബദലിനെ സംബന്ധിച്ച് ക്രിയാത്മകമായി ചിന്തിക്കുമ്പോൾ കേരളത്തിലെ CPM നിഷേധാത്മക നയമാണ് മുറുകെ പിടിക്കുന്നത്. എന്തുകൊണ്ട് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിക്കുകയും ബദൽ കൂടുതൽ കരുത്തുറ്റതാക്കുകയും മോദിയെ വിറപ്പിക്കുകയും ചെയ്തുകൂടാ എന്ന ചിന്ത കേരളത്തിലെ CPM-ൽ ഒരിക്കലും ഉണ്ടാകില്ല. കോൺഗ്രസിന് ഒറ്റയ്ക്ക് അതിനുള്ള ശക്തിയുണ്ടെങ്കിൽ അതുതന്നെയാണ് ബദൽ. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇടത് വിരുദ്ധ തരംഗം ഓരോ കുടുംബത്തിലും അലയടിക്കുമ്പോൾ അതിനൊത്ത ദേശീയ നയമല്ലേ ഉണ്ടാകേണ്ടത്? കേരളത്തിൽ ഇടതുപക്ഷം മാളത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന കുംഭകോണങ്ങൾ ഒന്നൊന്നായി കേന്ദ്ര സർക്കാരിന്റെ പിൻബലത്തിൽ പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് പിടിച്ചു നിൽക്കാനാകുക? എന്ത് പോഷ്കാണ് MV ഗോവിന്ദൻ പറയുന്നത്? ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. തുറന്നു പറയാനും മുഖത്തു നോക്കി ചോദിക്കാനും ഇങ്ങനെ ചിലരെങ്കിലും ഇവിടെ വേണം. ഇല്ലെങ്കിൽ ശക്തിധരൻ പറഞ്ഞതുപോലെ ആർഷോയൊക്കെ റോഡിൽ കിടന്ന് പപ്പടം പോലെ പൊടിയും. അതുറപ്പാണ്.